ഗ്രൂപ്പ് എയിൽ ഇന്റർ മിയാമി എന്തായാലും അവർ ടേബിളിൻ്റെ ബോട്ടമിൽ അവസാനിപ്പിക്കും. എന്തായാലും ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി റൗണ്ട് ഓഫ് 16 ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫൈ ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു പലരുടെയും പ്രഡിക്ഷൻ. പക്ഷേ ആ ഒരു ടീമിൽ ലയണൽ മെസ്സി എന്നുള്ളൊരു മോൺസ്റ്റർ ഉണ്ട്. ആ ഒരു മോൺസ്റ്ററിന് ഒരു ടീമിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ കണ്ടു. FC പോർട്ടോ വേഴ്സസ് ഇന്റർ മിയാമി മാച്ചിൽ നമ്മളത് കണ്ടു. മെസ്സി മാജിക് കണ്ടു നമ്മൾ. കാരണം മെസ്സി എന്താണെന്നറിയോ, മെസ്സി ആ ഒരു ടീമിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടീം ഡേഞ്ചറസ് ടീമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, എത്ര ചെറിയ ടീമാണെന്നുണ്ടെങ്കിലും ഇന്റർ മിയാമി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ MLS അത്ര നല്ല ഫോമിൽ കളിക്കുന്ന ഒരു ടീമൊന്നുമല്ല. മെസ്സി ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന് പോകുന്ന ഒരു ടീമാണത്. പക്ഷേ മെസ്സി ഉണ്ട് എന്നുള്ള ആ ഒരു ഫാക്ടർ ആ ഒരു ടീമിനെ ഡേഞ്ചറസ് ആക്കി മാറ്റും. അതൊരു സത്യമാണ്. കഴിഞ്ഞ മാച്ചിൽ അത് FC പോർട്ടോക്കെതിരെ തെളിയിച്ചു. FC പോർട്ടോ എന്ന് പറയുന്നത് യൂറോപ്പിലെ ചെറിയ ടീമല്ല. പോർച്ചുഗീസ് ലീഗിൽ അവർ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ്. സോ ആ ഒരു ടീമിനെതിരെ 2-1 എന്നുള്ളൊരു സ്കോറിന് ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി ജയിച്ച് കയറി. ഇന്റർ മിയാമി പലരും എലിമിനേറ്റഡ് ആയി പോകും എന്ന് പറഞ്ഞതാണ് ആ ഗ്രൂപ്പിൽ. കാരണം ആ ഗ്രൂപ്പിലെ ഒരു ഡെഡ്ലി ഗ്രൂപ്പാണ്. FC പോർട്ടോ, പാൽമിറാസ്, ഇന്റർ മിയാമി, അൽ അഹ്ലി, ഏഷ്യൻ ചാമ്പ്യൻസ് ആയിട്ടുള്ള അൽ അഹ്ലി. അങ്ങനെ ഒരു ഡെഡ്ലി ഗ്രൂപ്പായിരുന്നു അത്. അതിൽ ഇന്റർ മിയാമി വളരെ ചെറിയ ഒരു ടീമാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മെസ്സി അതിലുള്ളത് കൊണ്ട് തന്നെ ഒരു ഡേഞ്ചറസ് ടീമാണ്. ഈ ഒരു മാച്ചിലോട്ട് ജസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്ത FC പോർട്ടോ ആണ്. അവരുടെ സ്ട്രൈക്കറിലൂടെ അവർ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്ത് 1-0 എന്നുള്ളൊരു സ്കോറിൽ മുന്നിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. ഇന്റർ മിയാമിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ അവരുടെ റൈറ്റ് ബാക്കിൻ്റെ ഒരു റൈറ്റ് വിങ്ങിലൂടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നേരെ ക്രോസ് കൊടുത്തു. അവരുടെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള സെഗാവോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ അത് ഫിനിഷ് ചെയ്തു 1-1 സ്കോറായിട്ട് മാറി ഇന്റർ മിയാമിക്ക്. പിന്നെ അത് കഴിഞ്ഞ് 50ാമത്തെ മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇന്റർ മിയാമിക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടി. ആ ഒരു ഫ്രീ കിക്കിൽ മെസ്സി മാജിക് നമ്മൾ വീണ്ടും കണ്ടു. ആ ഒരു റെയിൻബോ ഫ്രീ കിക്ക്, മഴവില്ല് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു കേവിങ് ഫ്രീ കിക്ക്. കേവ് ചെയ്ത് ഗോൾ കീപ്പർ ഏത് ഭാഗത്താണുള്ളത് അങ്ങോട്ട് തന്നെ പോയി ചാടി. ഗോൾ കീപ്പർ ആകെ കൺഫ്യൂസ്ഡായി നിന്ന് അദ്ദേഹം എന്തായാലും ആ ഒരു ബോൾ ഉള്ളിലോട്ട് പോയി അദ്ദേഹം ബീറ്റണായി പോയി. അങ്ങനെ ആ ഒരു മെസ്സി മാജിക് കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സി മാജിക് ഫ്രീ കിക്കിൽ 2-1 സ്കോറിന് ഇന്റർ മിയാമി മുന്നിലെത്തി. അദ്ദേഹത്തിൻ്റെ മെസ്സിയുടെ കരിയറിൽ 68ാമത്തെ ഫ്രീ കിക്കാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇനി ഏറ്റവും ടോപ്പിലെത്താൻ കുറച്ച് 10ഓ 8ഓ 9ഓ അത്ര ഫ്രീ കിക്ക് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോൾ സ്കോർ ചെയ്ത പ്ലെയർ ചരിത്രത്തിലെ, അതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മെസ്സി മാജിക്കിൽ കൂടെ 2-1 സ്കോറിന് മുന്നിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് FC പോർട്ടോയുടെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. 2-1 സ്കോറിന് മാച്ച് അവസാനിച്ചു. ഇപ്പോൾ എന്തായാലും പാൽമിറാസ് ഐ തിങ്ക് അൽ അഹ്ലിയെ 2-0 സ്കോറിന് പരാജയപ്പെടുത്തി. അവരാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടേബിളിൻ്റെ ടോപ്പിലുള്ളത്. ഇനി ഇന്റർ മിയാമിയും പാൽമിറാസും ക്വാളിഫൈ ആവും ഈ ഒരു ഗ്രൂപ്പ് എയിൽ. അതാണ് ഇപ്പോൾ ഇതുവരെയുള്ളൊരു റിസൾട്ട് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം ഇനി വേറെ എന്തെങ്കിലും സംഭവിക്കോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും FC പോർട്ടോ പരാജയപ്പെട്ടു. അൽ അഹ്ലി ഓൾമോസ്റ്റ് എലിമിനേറ്റഡ് ആയ മാതിരിയാണ് ഈ ഒരു മാച്ചിൽ. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞൊരു മാച്ചിൽ PSG വേഴ്സസ് ബെറ്റഫാഗോ, ബ്രസീലിയൻ ലീഗിലെ ആ ഒരു ബെറ്റഫാഗോ, ആ ഒരു ടീമിനെതിരെ PSG പരാജയപ്പെട്ടു 1-0 സ്കോറിന്. ആ ഒരു മാച്ച് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഏത് വമ്പൻ ടീമാണെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒന്ന് അടി പതറിയാൽ പാളിപ്പോവും. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോലെയല്ല, സെക്കൻഡ് ലെഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ആ ഒരു മാച്ചിൽ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ടീം എഫേർട്ടും പിന്നെ അതുപോലെ തന്നെ ലക്ക്, ആ ഒരു സാധനം കൂടി വേണം ആ ഒരു മാച്ചിൽ. അല്ലെങ്കിൽ മുഞ്ചി പോകും. അത് PSG നമ്മൾ കണ്ടു. അവർ കുറേ 700 സംതിങ് പാസ്, എത്രയോ സംതിങ് 16, 17, 20ൻ്റെ അടുത്ത് ഷോട്ടുകളുണ്ട്. ഓൺ ടാർഗറ്റ് 10ൻ്റെ അടുത്തുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. 47 ക്ലിയറൻസ് ആയിരുന്നു ബെറ്റഫാഗോയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. സോ അങ്ങനത്തെ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രശ്നം അതാണ്. ഈ ഒരു നാഷണൽ ടീമിൻ്റെ വേൾഡ് കപ്പ് പോലെ തന്നെയാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പും. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇപ്പോൾ കുറേ പരാതികളൊക്കെ വരുന്നുണ്ട്. അവരുടെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ചൂട് സമയത്തൊക്കെ ഈ ഒരു മാച്ചസ് വെച്ചിട്ട് പല ഓഡിയൻസും വരുന്നില്ല. പ്ലേയേഴ്സിനും തന്നെ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ചൂട് സമയത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ മറികടന്നിട്ട് വേണം ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ മാച്ചസ് കളിക്കാനായിട്ട്. സോ ടീംസിന് എന്തായാലും ഏത് യൂറോപ്യൻ ടീമാണ്, സാബി അലൻസോ പറഞ്ഞു ഈ ഒരു അൽ ഹിലാൽ മാച്ചിന് മുമ്പ്, യൂറോപ്പ് എന്നുള്ള ലോകം മാത്രമല്ല അതിൻ്റെ പുറത്തും കുറച്ച് ക്ലബ്ബുകളുണ്ട്. ഓക്കെ, അവർ അവരുടെ രാജ്യത്തിന് ആ ഒരു ക്ലബ്ബ് റെപ്രസെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അവർ മാക്സിമം കളി കളിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തും സംഭവിക്കാട്ടോ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ. അതിപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം. PSG എന്തായാലും പരാജയപ്പെട്ടു 1-0 സ്കോറിന്. താങ്ക് യു സോ മച്ച്.